ഇന്ന് മാർച്ച് 8 അഖില ലോക വനിതാ ദിനം. വർഷങ്ങളായിട്ട് ആചരിക്കുന്ന ഒന്ന് തന്നെയാണ് വനിതാ ദിനം. ഏവർക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ നേരുന്നു. ഈ വനിതാ ദിനത്തിൽ ഏറെ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു മകളായി ജനിച്ച് സഹോദരിയായി വളർന്ന് ഭാര്യ എന്ന പദവിയിലേക്ക് മാറി അമ്മയായും അമ്മായിയമ്മയായും മുത്തശ്ശിയായുമൊക്കെ ജീവിതകാലം അവസാനിപ്പിക്കേണ്ടി വരുന്നതാണ് ഓരോ സ്ത്രീകളും. ഈ ഓരോ ഘട്ടങ്ങളിലും അവളുടെ മനോവികാരം എന്തെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും അധികം ശ്രമിക്കേണ്ടത് ചുറ്റുവട്ടമുള്ള ജനങ്ങൾ തന്നെയാണ്. ഭർത്താവാകാം, അച്ഛനാകാം, സഹോദരങ്ങളാകാം. സ്ത്രീയെ അറിയാൻ ശ്രമിക്കുക. ഈ വനിതാ ദിനത്തിലെങ്കിലും നിങ്ങളുടെ ഭാര്യയെയോ അമ്മയെയോ സഹോദരിയെയുമൊക്കെ ചേർത്ത് നിർത്തുവാൻ നിങ്ങൾക്ക് കഴിയണം. അടുക്കളയിൽ നിന്ന് ഒരല്പസമയം പോലും മാറി നിൽക്കുവാൻ ഈ വനിതാ ദിനത്തിൽ പോലും സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു വനിതാ ദിനമെങ്കിലും അടുക്കളയിലെ പണികളെല്ലാം ഉപേക്ഷിച്ച് അവരെ ഒന്ന് ഫ്രീ ആക്കുവാൻ ആരെങ്കിലും ഒന്ന് കനിഞ്ഞിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോകുവാണ്. അടുക്കള ഭരണം, മക്കളെ നോട്ടം, വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മാതാപിതാക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുക്കളയും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഇങ്ങനെ എന്തെല്ലാം ചുമതലകളാണ് അവളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഇതിനോടൊപ്പം ജോലിക്ക് പോകുന്ന എത്രയും സ്ത്രീകളെ കരുതുവാൻ കൂടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും കഴിയണം. മക്കളായിട്ടും ഭർത്താവായിട്ടും അപ്പനായിട്ടും അമ്മയായിട്ടും സഹോദരങ്ങളായിട്ടും എല്ലാവരും കരുതേണ്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ. സമത്വത്തിന് വേണ്ടി വാദിക്കുമ്പോഴും സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളെയാണ് നമ്മുടെയൊക്കെ ചുറ്റുപാടും കാണുന്നത്. സ്ത്രീകൾക്കിന്ന് അവസരങ്ങളുണ്ട്. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാനും ജീവിതത്തിൻ്റെ വിജയങ്ങളിലേക്ക് എത്തിക്കാനും മക്കളെ വളർത്തി സുരക്ഷിതമായ ജീവിതമാർഗത്തിലെത്തിക്കാനുമൊക്കെ സ്ത്രീകൾ പരിശ്രമിക്കാറുണ്ട്. എന്നിരുന്നാലും യാതനകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഇന്നും നമ്മുടെയൊക്കെ ഭവനങ്ങളിലുണ്ട്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഷൈനിയുടെ മക്കളും അതിനുദാഹരണം തന്നെയാണ്. ഈ വനിതാ ദിനം ഈ മക്കളെക്കുറിച്ച് ഓർക്കാതെ എങ്ങനെ മുൻപോട്ട് പോകും? ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നിട്ടും സാമ്പത്തികമായിട്ടുണ്ടായ പ്രശ്നങ്ങളുടെ മറവിൽ ജീവിക്കാനാകാതെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച ആ കുടുംബത്തെ എങ്ങനെ മറക്കാൻ സാധിക്കും? സ്ത്രീകളെ ചേർത്ത് പിടിക്കുക. എല്ലാ ചുമതലകളും സ്ത്രീകളുടെ തലയിലിട്ടുകൊണ്ട് സുഖലോലുപലായി ജീവിക്കുന്ന പുരുഷന്മാരെയും ഇന്ന് കാണാൻ കഴിയും. കടമകൾ ഓരോന്നും സ്ത്രീകൾക്കുള്ളതാണ്. കൂടെ നിന്ന് ചെയ്യാനോ കൂടെ ചേർത്ത് പിടിക്കാനോ മനസ്സില്ലാത്ത അനേകം പുരുഷന്മാരെയും കാണാനായിട്ട് സാധിക്കും. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ചേർത്ത് പിടിച്ച് തന്നിലേൽപ്പിച്ച സ്ത്രീയെ സന്തോഷവും ആനന്ദവും നൽകി ജീവിത അവസാനം വരെ പോറ്റുന്ന പുരുഷന്മാരെയും നമുക്ക് ചുറ്റും കാണാം.
ഭാഗ്യവതികൾ. കണ്ണീരും കയ്യുമായി മദ്യപാനികളുടെ കൂടെ ജീവിതം നയിക്കുന്ന സ്ത്രീകളും ഈ വനിതാ ദിനത്തിൽ ഓർക്കപ്പെടേണ്ടതാണ്. ഇതിനിടയിലും സ്വന്തം ജീവിതം പോരാട്ടം കൊണ്ട് വിജയത്തിലെത്തിച്ച സ്ത്രീകളെയും നമുക്ക് കാണാം. സ്ത്രീകളെ കേൾക്കാൻ മനസ്സ് കാണിക്കുക, അവരോടൊന്ന് ചേർന്നിരിക്കാൻ സമയം കണ്ടെത്തുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാവുക. സ്ത്രീക്കും പുരുഷനും തുല്യത അവകാശപ്പെടുന്ന ഇന്നത്തെ കാലത്ത് പുരുഷനോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ചിട്ടുള്ളവരാണ് സ്ത്രീകൾ. പക്ഷേ മാനസികമായി ആരോഗ്യമുണ്ടോ സ്ത്രീകൾക്കെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാനസികമായി തളർന്ന് ശാരീരികമായ ക്ഷീണത്താലും ഒക്കെ പല സ്ത്രീകളും വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. നേരാംവണ്ണം ഭക്ഷണം കഴിക്കാതെ, നല്ലൊരു വസ്ത്രം ഉടുക്കാതെ, തൻ്റെ ആവശ്യങ്ങളൊന്നും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതെ വേദനിച്ച് കഴിയുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഓരോ ദിവസങ്ങൾ മുൻപോട്ട് പോകും തോറും സ്ത്രീകൾ ശക്തരായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കുടുംബം ചേർത്ത് പിടിക്കണം. ഒരു വേലയ്ക്ക് നിൽക്കുന്ന സ്ത്രീകളോടൊപ്പം പണിയെടുത്ത് അന്ത്യം കൊള്ളാനുള്ളതാണ് നിന്റെ ജന്മം എന്ന് തോന്നിക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക. സന്തോഷത്തോടുകൂടി സ്നേഹം ലഭിക്കുന്ന ആളുകളിലേക്ക് തൻ്റെ കടമകൾ കൃത്യതയോടുകൂടി ചെയ്യാൻ സ്ത്രീകൾ സന്തോഷമുള്ളവരാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. സ്ത്രീയായും പുരുഷനായും ജനിച്ചവർ നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ മരിക്കും. പിന്നെന്തിന് സ്ത്രീകൾക്ക് മാത്രം ബാധ്യതകളും പണികളും ചുമതലകളുമൊക്കെ തലയിലേൽപ്പിച്ചുകൊണ്ട് കഷ്ടപ്പെടുത്തി ജീവിക്കണം? സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ. എൻ്റർടൈൻമെൻറ്റുകൾ അവർക്കും ഉണ്ടാകട്ടെ. യാത്രകൾ ചെയ്യാൻ അവരെയും കൂടെ കൂട്ടുക. അവരും അതിൽ ആനന്ദം കണ്ടെത്തട്ടെ. ചെയ്യുന്ന ജോലികൾക്ക് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. വെറുമൊരു യന്ത്രമായി മാറ്റാതെ സ്നേഹത്തോടെയും സന്തോഷത്തോടുകൂടിയും ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് പരിഗണന ലഭിക്കുമ്പോൾ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. പരിഗണിക്കുക, അവഗണിക്കാതിരിക്കുക. ഓരോ ജന്മവും പുണ്യമാണ്. എല്ലാവർക്കും താങ്ങായും തണലായും നിൽക്കുന്ന സ്ത്രീ